അപ്പൊ ബദറിന്റെ യുദ്ധത്തിന്റെ തലേ ദിവസം രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പ്രാവശ്യം ചൊല്ലിയ ദിക്റിനെ കുറിച്ച് പറയുമ്പോൾ ആമുഖമായി ഞാൻ പറയുന്നു, ആ ദിക്റിനെ നിങ്ങൾ പിന്നെ നിസാരമാക്കാൻ പാടില്ല. ഇതായിരുന്നു, ഇത് നമുക്ക് അറിയാലോ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. യാ ഹയ്യു യാ ഖയ്യൂം യാ അല്ലാഹ് എന്ന ദിക്റാണ്. യാ ഹയ്യു യാ ഖയ്യൂം യാ അല്ലാഹ്. ഒരുപാട് ശ്രേഷ്ഠത ആ ദിക്റിനുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ ആ ദിക്റിനുണ്ട്. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ആ ദിക്റുമായിട്ടൊരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. രണ്ട് സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം വഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു എന്ന് തുടങ്ങുന്ന ആയത്ത്. അങ്ങനെ അവസാനത്തെ 2 ആയത്ത്. ഈ 2 ആയത്ത് നിരന്തരം ഓതി വരുന്നവരെ സർവ്വ ആപത്തിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും. അവരുടെ കുടുംബത്തിൽ അള്ളാഹു ഐശ്വര്യം ചെയ്യും. മരണം എന്ന് പറയുന്ന ഒരു വലിയ സംഭവത്തിനല്ലാതെ അവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഇത് ആ വിശ്വാസത്തോടു കൂടി നിരന്തരം ഓതണം. ഇച്ചിരി സമയമല്ലേ വേണ്ടിയുള്ളൂ. സഹോദരിമാർ അത് നോട്ട് ചെയ്ത് വെക്കണം. സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത്.